കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മളെല്ലാവരും ഈ വെള്ളപ്പൊക്കം കാരണം ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ. ഈ വർഷം എൻ്റെ വീട്ടിലും വെള്ളം കയറി കേട്ടോ. നമ്മുടെ വീടും ആറിൻ്റെ സൈഡിൽ തന്നെയാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെള്ളം കയറും. ഈ വർഷമാണെങ്കിൽ നമ്മൾ നോക്കി നിൽക്കുമ്പോഴായിരുന്നു ആറ് നിറഞ്ഞതും റോഡിൽ വെള്ളം കയറിയതും വീട്ടിൽ വെള്ളം എത്തിയതും. നമ്മളെല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ദൈവമേ 2018 പോലെ ഒന്നും ആവരുതേ. കാരണം അന്നൊക്കെ വീടിൻ്റെ ഒരു ഫ്ലോറ് ഫുള്ള് മുങ്ങിയായിരുന്നു. ഇനിയും അങ്ങനെ ഒരു പക്ഷെ നമ്മളെല്ലാം മുൻകരുതലുണ്ടായിരുന്നു. നമ്മൾ വെള്ളം കയറുമെന്ന് അറിഞ്ഞപ്പോഴേ സാധനമൊക്കെ മാറ്റി നമ്മളെക്കൊണ്ട് കഴിയാവുന്ന വിധം അല്ലേ. ഇങ്ങനെ പ്രകൃതി ദുരന്തമൊക്കെ വരുമ്പം നമ്മുടെ കയ്യിൽ കൺട്രോൾ കുറവാണ്. നമ്മളെക്കൊണ്ട് കഴിയാവുന്ന വിധം നമ്മൾ സാധനങ്ങൾ മാറ്റി മുകളിലേക്ക് മാറി, അങ്ങനെ നമ്മളെക്കൊണ്ട് കഴിയാവുന്ന വിധം കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. ബാക്കിയെല്ലാം അതല്ലേ, പ്രകൃതിയുടെ മുമ്പിൽ നമുക്ക് ചിലപ്പോഴൊക്കെ കാഴ്ചക്കാരായിട്ട് നോക്കി നിൽക്കാനേ പറ്റത്തുള്ളൂ അല്ലേ. നമ്മളെക്കൊണ്ട് ഒത്തിരി കാര്യങ്ങളൊന്നും അപ്പോൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ പ്രാർത്ഥിക്കുക, സേഫായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറുക, അത്രമാത്രം അല്ലേ. ഏതായാലും ഈ വട്ടം 2018 പോലെയൊന്നും ആയില്ല കേട്ടോ. നമ്മുടെ വീടിനുള്ളിൽ കയറി, പക്ഷെ മുകളിലോട്ടുള്ള സ്റ്റെപ്പിൻ്റെ 2ാമത്തെ പടി വരെ വന്ന് വെള്ളം നിന്നു. അതുപോലെ രാവിലെ ഒരു 9 മണിക്കാണ് വീടിനുള്ളിൽ കയറിയെങ്കിൽ വൈകുന്നേരം ഒരു 6 ആയപ്പോഴത്തേനും വെള്ളം ഇറങ്ങാൻ തുടങ്ങി. കുഴപ്പമില്ലായിരുന്നു. എന്നാലും ഈ വെള്ളപ്പൊക്കമൊക്കെ നമുക്ക് വരുത്തുന്ന ഒരു കഷ്ടപ്പാട് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ സാധനങ്ങളെല്ലാം മാറ്റണം. ഇനി വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാലുള്ള ക്ലീനിങ് അതിലും ബുദ്ധിമുട്ടാണ്. നമ്മൾ കറക്റ്റായിട്ട് ഈ വെള്ളം പോകുമ്പം ഈ ചെളിയൊക്കെ കലക്കി വിട്ടില്ലേൽ ഈ ചേറും മണ്ണും എല്ലാം നമ്മുടെ വീടിനുള്ളിൽ തന്നെ ഇരുന്ന് ഭയങ്കരമായിട്ട് സ്മെല്ലടിക്കും. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക്. അപ്പോൾ കുറേ കഷ്ടപ്പാട്. വെള്ളമൊക്കെ കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു മാസത്തിൽ കൂടുതൽ നമ്മൾ കഷ്ടപ്പെട്ടാലേ നമുക്ക് പഴയൊരു ലൈഫിലോട്ടൊക്കെ വരാൻ പറ്റത്തുള്ളൂ. ഇപ്പോഴും ആറ് നിറഞ്ഞു തന്നെ കിടക്കുക. മഴ പെയ്യുന്നുണ്ട്, എന്താവെന്ന് അറിയത്തില്ല. എന്തായാലും അടുത്ത വീഡിയോയിൽ